കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് എങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തെ തുറപ്പിക്കുന്നത്, അഥവാ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം. അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞാൽ ആർക്കും പ്രാർത്ഥിച്ച് അനുഭവവും അനുഗ്രഹവും നേടാൻ കഴിയും. സുവിശേഷത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയാണ്. എസ്തപ്പാനോസ് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വേദസാക്ഷിയാണ്. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എസ്തപ്പാനോസിനെ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അഥവാ എസ്തപ്പാനോസിൻ്റെ രീതികൾ. ഇപ്പോൾ എസ്തപ്പാനോസൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു എന്നാണ്. ആത്മാവിൻ്റെ കൃപാഭിഷേകമാണ് മുഖത്ത് പ്രകടമാകണത്. അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. എന്നിട്ട് അവൻ എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. ഉള്ളിൽ നീരസമില്ല, നിരാശയില്ല, സങ്കടമില്ല, ദേഷ്യമില്ല, പ്രതികാരമില്ല. എന്ന് വെച്ചാൽ എസ്തപ്പാനും മനുഷ്യനല്ല എന്നല്ല അർത്ഥം. ആ മാനുഷിക അവസ്ഥയെ തന്നെ അവൻ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് ആത്മാഭിഷേകത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. എസ്തപ്പാനോസിനെ പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. സ്നേഹം, പിന്നെ ആനന്ദം, ദയ, ക്ഷമ. അപ്പം ക്ഷമ വരുന്നുണ്ട് അവിടെ. ഈ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥന സെറ്റ് ചെയ്യേണ്ടത്, അഥവാ പ്രാർത്ഥന വരേണ്ടത്. എസ്തപ്പാനോസിൻ്റെ പ്രാർത്ഥനയിൽ ആ ഒരു കണ്ടൻറ്റാണ് ഉള്ളത്.
ക്ഷമയുടെ കണ്ടന്റ്. ക്ഷമയാണ് പ്രാർത്ഥനയായിട്ട് വരണത്. അത് എന്തുകൊണ്ടാണ് ഈ ക്ഷമ അല്ലെങ്കിൽ സഹനം അല്ലെങ്കിൽ സ്നേഹം അക്സെപ്റ്റബിൾ ആകണത്? എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. ദൈവസ്നേഹമായതുകൊണ്ടാണ്. അപ്പം നമ്മൾ ദൈവത്തിലുള്ള കണ്ടന്റ് അനുസരിച്ച് മാത്രമേ പ്രെയർ ചെയ്താൽ മാത്രമേ ദൈവം അത് സ്വീകാര്യമാകത്തുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാതെ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല പ്രശ്നം. കാര്യം ദൈവം സ്വീകരിക്കുന്ന പ്രാർത്ഥന ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായതുകൊണ്ടാണ്. കാര്യം ദൈവം ആ ഫലങ്ങളിൽ നിറഞ്ഞ വ്യക്തിയായതുകൊണ്ടാണ്. ദൈവത്തിൽ ക്ഷമയുണ്ട്. എത്ര കാലം വേണമെങ്കിലും ഒരു പാപിക്ക് വേണ്ടി ദൈവം ക്ഷമിച്ച് കാത്തിരിക്കണില്ലേ? അപ്പനും അമ്മയും നാട്ടുകാരും ഒക്കെ എല്ലാം അവനെ എഴുതി തള്ളുമ്പോഴും ദൈവം എഴുതി തള്ളത്തില്ലല്ല, കാത്തിരിക്കും. അതെന്താണ്? പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്താ ഉള്ളത്? പ്രത്യാശയിൽ ക്ഷമയുണ്ട്, സഹനമുണ്ട്, സൗമ്യതയുണ്ട്. ഇതെല്ലാത്തോടും കൂടിയാണ് എസ്തപ്പാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗം തുറക്കണത്. നിത്യപിതാവിൻ്റെ കൂടെ ഈശോ നിൽക്കുന്നത് അവൻ കണ്ടുവെന്നാണ്. നമുക്ക് ചുറ്റും സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് ആലോചന കിട്ടിയിട്ട് അവൻ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. അതാണ് നടപടി പുസ്തകം ആദ്യമേ മുന്നോട്ട് വെക്കുന്ന പ്രഥമ രക്തസാക്ഷിയുടെ ജീവിത ദർശനം. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് ഈ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് പൗലോസ്. അദ്ദേഹം അന്ന് പൗലോസ് അല്ലായിരുന്നേ ഉള്ളൂ, സാവൂളായിരുന്നു. സാവൂളായാലും ശരി, ദുഷ്ടനായാലും ശരി, സുവിശേഷം ജീവിക്കണ കണ്ടു കഴിയുമ്പോൾ ഏത് ദുഷ്ടൻ്റെ മനസ്സിനും ഒരു ചാഞ്ചല്യം ഉണ്ടാകും. അന്ന് ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ സാവൂൾ തന്നെയായിരുന്നു. സാവൂളായിരുന്നു എസ്തപ്പാനോസിൻ്റെ ഉടുപ്പ്, ആ രക്തസാക്ഷി ഉടുപ്പ് സൂക്ഷിച്ചിരുന്ന ആൾ. പക്ഷേ എസ്തപ്പാൻ ഇങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ കേൾക്കുമ്പോൾ സാവൂളിൻ്റെ മനസ്സ് കല്ലൊന്ന് മെഴുകുപോലെ ഉരുകാൻ തുടങ്ങി. അങ്ങനെ ഉരുകുരുകയാണ് ആ മനുഷ്യൻ. ഒരു കർത്താവിൻ്റെ സാന്നിധ്യം കൂടി വന്നപ്പോൾ അവൻ താഴേക്ക് വീണ്, കർത്താവേ ആരാണെന്ന് ചോദിച്ചു. നീ എസ്തപ്പാനിലൂടെ പീഡിപ്പിച്ച ഈശോയാണ് ഞാനെന്ന് പറഞ്ഞു. പിന്നെ ചോദിക്കണ, കർത്താവേ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ്. എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനം കേൾക്കുമ്പോൾ ജനം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ദൈവത്തോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആദ്യം കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞപ്പോൾ പട്ടാളക്കാർ ചോദിച്ചു, ചുങ്കക്കാർ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതുതന്നെയാണ് സാവൂൾ ചോദിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മനസ്സാന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവ് ഓരോ ദൈവവചനം കേൾക്കുമ്പോഴും ദൈവത്തോട് നമ്മൾ ചോദിക്കണം, ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള ഒരു തുറവി ആണ് ദൈവം നമ്മളിലൊക്കെ എന്ന് അല്ല, ജന്മാന്തരങ്ങളായിട്ട് മനുഷ്യരാശിയോട് ദൈവം ചോദിച്ചതാണ്. എൻ്റെ ഈ ചെറിയ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഇന്ന് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? യേശുക്രിസ്തുவோട് ക്രൂശിക്കപ്പെട്ടവരെ, ത്യാഗത്തിലൂടെ കടന്നു പോകുന്നവരെ, സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവർ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, സങ്കടത്തിലൂടെ കടന്നു പോകുന്നവർ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട്, ദയ കൊണ്ട്, നന്മ കൊണ്ട്, വിശ്വസ്ത കൊണ്ട്, ആത്മസംയമനം കൊണ്ട്, പരിശുദ്ധാത്മ ഫലങ്ങളെ കൊണ്ട് നമ്മളെ തന്നെ നിറച്ചാൽ നമ്മൾ സുവിശേഷമായി മാറും. നമ്മളെ സുവിശേഷമാക്കുന്ന സഹനത്തിൻ്റെ സമ്മർദ്ദങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് നിറവോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന് സുവിശേഷമാകാൻ. കർത്താവേ, എൻ്റെ ജീവിതത്തെ ചുറ്റും പലതരത്തിലുള്ള പ്രാതികൂല്യങ്ങൾ പെരുകുമ്പോൾ, രോഗമകത്തു നിന്നും സാമ്പത്തിക തകർച്ച പുറത്തു നിന്നും എൻ്റെ ജീവൻ അന്വേഷിക്കുമ്പോൾ, എൻ്റെ സമാധാനത്തെ വേട്ടയാടി പിടിക്കുമ്പോൾ, എൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും എൻ്റെ ശത്രുക്കൾ കാർന്ന് തിന്നുമ്പോൾ, എസ്തപ്പാനെപ്പോലെ പൗലോസിനെപ്പോലെ ഉന്നതങ്ങളിലേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി ആത്മീയം മനുഷ്യനെടുക്ക പെരുമാറ്റ
ചട്ടങ്ങളോട് കൂടി സുവിശേഷത്തിനെ കണ്ടെത്തി സുവിശേഷം ജീവിക്കുവാൻ, ലോകത്തിന് കർത്താവിൻ്റെ ചൈതന്യമായി മാറുവാൻ, അതുവഴി ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് ലോകത്തെ കീഴടക്കുവാൻ ആത്മാവെ, പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളടിച്ചോട് നമുക്ക് പാടാം, ദൈവസ്നേഹത്തോടെ പാടാം. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സ്തെഫാനോസിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകളിലേക്കും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്ക് കർത്താവേ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറന്നതുപോലെ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഓരോ മകളിലും ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചോട് നമുക്ക് പാടാം. സ്തെഫാനോസിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ, സ്തെഫാനോസിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി, സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജീവിത സഹനത്തിന്റെ നടുവില്, ജീവിത ദുരിതങ്ങളുടെ നടുവിൽ കർത്താവേ ആത്മാവിന്റെ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി, അത്യുന്നത ശക്തി കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും ജീവിത ദുരിതങ്ങളില് അവരനുഭവിക്കുന്ന സങ്കടങ്ങളില് അഭിഷേകമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗം തുറക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. Thank you, Jesus. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നിറഞ്ഞ് നമ്മൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു തൊട്ടറിവിലേക്ക്, ഒരു അനുഭവ സാക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഈ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. കാര്യം ആ വ്യക്തിയെ സ്പർശിച്ച് സുഖപ്പെടുത്തിയ അതേ കർത്താവ് നീ ഇപ്പോഴ് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിലെ രോഗികളെയും നിന്നെയും കർത്താവ് സുഖപ്പെടുത്തും. രോഗികളായിട്ടുള്ളവരെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ വലിയ അനുഭവ സാക്ഷ്യം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കാം.
എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ മുണ്ടക്കയത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ചേട്ടത്തി കണ്ട ഒരു അനുഭവം സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ചേട്ടത്തി ഒരു 22 ദിവസമായിട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് പിടിച്ചു. കരൾ പൂർണ്ണമായിട്ടും പ്രവർത്തനമെല്ലാം നിലച്ചുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയുമില്ല, ആൾ മരിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പം ഈ കരൾ മാറ്റി വെക്കണം. അപ്പം കരൾ മാറ്റി വെക്കുന്നതിന് 22 ലക്ഷം രൂപ വേണം. ഞങ്ങൾ സാധാരണ കുടുംബമാണ്, അതുണ്ടാകാൻ യാതൊരു വഴിയില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞിട്ട് മുമ്പത്തെ ബുധനാഴ്ച കൃപാസനത്തിൽ വരികയും ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവിടുന്ന് തേനും ഉപ്പും തന്നു വിട്ടു, ഒരു മാതാവിൻ്റെ കാശ് രൂപം തന്നു വിട്ടു, ഇതുകൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ചേർത്തിന്ന് വെച്ചാൽ മരിക്കാറായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ ഈ വന്ന് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ല. ആർക്കുമെന്നല്ല, മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ഈ തേൻ ഉള്ളി കൊടുത്തു, ഉപ്പും കൊടുത്തു. അത് മാതാവിൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു, അത് മാലയിൽ ഇട്ടോളാൻ പറഞ്ഞു. അത് വിട്ട് അത് മുറിയെ പിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കൊടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ആ 3-ാമത്തെ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പം ഈ കരളിൻ്റെ പ്രവർത്തനം എല്ലാം നിന്ന് പോയെടുത്ത് പുതിയ കരൾ ഈശോ കൊടുത്തിരിക്കുകയാണ്. തിരുക്കുമാരനും അമ്മയ്ക്കും ഒരു കോടി നന്ദിയുണ്ട്. അത് തന്നെയല്ല, ഒരു 1.5 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. ചേച്ചി, ഞാൻ തന്നെ പറയാം, ചേച്ചി ആ സമയത്ത് 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അത് ഈ സീരിയസ് ആയ സമയത്ത് കുഞ്ഞ് മരിച്ചുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വാ, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അതായത് ഈ ചേച്ചി എന്ന് വെച്ചാൽ ഇപ്പം ചേച്ചി എൻ്റെ അടുത്തേക്ക് ഇതുപോലെ നിൽക്കുന്നത് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. മരണമെന്ന് വെച്ചാൽ മുഖാമുഖം കണ്ടാണ് എല്ലാവരും. അതൊരവസ്ഥ കഴിഞ്ഞാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാ, നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പം ഡിസ്ചാർജ് എല്ലാം ചെയ്ത് പോകാൻ നേരത്ത് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പം അത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അത് മാറിക്കിട്ടി. അതിനും ഈ തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ശരിക്കും മിറക്കിൾ എന്ന് പറയാവുന്ന സാക്ഷ്യമാണ്. ഇന്നത്തെ കാലത്തെ പ്രത്യേകത ബൈബിൾ കാലങ്ങളിലെ ഉള്ളതിനേക്കാൾ അതേപോലെ തന്നെയും ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതം മുമ്പത്തേക്കാൾ സങ്കീർണമായതിനാൽ ജീവിതത്തിനേക്കാൾ ആ സാക്ഷ്യങ്ങളെ ഉയർന്നു നിൽക്കുന്ന സാക്ഷ്യങ്ങളിൽ ദൈവം അതുപോലെ ജീവിക്കുക. ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ ദിവ്യകുർബാനയിലൂടെ നിൻ്റെ സങ്കടങ്ങളുടെ സാന്ത്വനമായി, നിൻ്റെ രോഗങ്ങളിലെ സൗഖ്യമായി, നിൻ്റെ അസ്വസ്ഥതയിൽ സമാധാനമായി ഈ ആരാധനയിൽ ദൈവം നിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. മലരിൻ ഇതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. മലരിൻ ഇതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. ഹൃദയം പുണരാൻ കൊതിയോടെ നിൽപ്പൂ, സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. ജീവിതം
സ്വസ്ത്രം കർത്താവേ, സ്വസ്ത്രം ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ധരാദ്രേ സ്തുതി പൂഴ്ചയുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, കർത്താവേ, ഈ നിമിഷം കർത്താവേ, ഓരോ മകനെയും കർത്താവേ, നിന്നെ നാഥനും രക്ഷകനുമായി കർത്താവേ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി തിരുവരാഹാരം മുറിവേറ്റവനെ, ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി മുളുക്കടൽ ചൂടിയവനെ, ഓ ദിവ്യകാരുണ്യമേ, നിന്റെ വലിയ കൃപ, വലിയ ശക്തി കർത്താവേ അങ്ങനെ സ്തുതിക്കുന്ന മക്കളുടെ കൊടുക്കണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ, 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 സ്തോത്രം, യേശുവേ, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, ചേർത്ത് പാടാം. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവെ, ഇപ്പോഴീ ആരാധന ലോകം മുഴുവനും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മകനെ കർത്താവെ, മകളെ കർത്താവെ, നീ സ്പർശിക്കുന്ന കർത്താവെ. ഈശോ, ഞാൻ ലോകത്തിൻ്റെ അവസാനം വരെ കർത്താവെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് നല്ല ചെയ്ത വചനങ്ങളെ പാലിച്ചുകൊണ്ട് ഈശോയെ ദിവ്യകാരുണ്യമായ കർത്താവെ, ഈ ആരാധന നീ സാന്നിധ്യം നൽകുമ്പോൾ നിന്റെ സാന്നിധ്യത്തെ സ്തുതിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, നിന്നെ മഹത്വപ്പെടുത്തുന്ന മക്കളുടെ മേൽ കർത്താവെ, മഹത്വപ്പെടുത്തി കൃപ നിറയുന്ന മക്കളുടെ മേൽ കർത്താവെ, നിന്റെ ചൈതന്യം ഒഴുക്കണമേ. രോഗികളുടെ മേൽ കർത്താവെ നിന്റെ സൗഖ്യം ഒഴുക്കണം ഈശോയെ. നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, നിന്റെ കാരുണ്യം ചൊരിയണമേ. ഹൃദയഭാരമുള്ളവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, കർത്താവേ, ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവേ, അങ്ങനെ ആണിപ്പെടുന്നതിനെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളോട് അവകാശത്തോട് അങ്ങനെ ഓഹരിയോട് കരുണ തോന്നണമേ കർത്താവേ. ശരീരം മുഴുവൻ നീര് കെട്ടി മക്കൾ കർത്താവെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്വാസകോശം അടഞ്ഞുപോയ മക്കൾ കർത്താവെ കണ്ണീര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൃദയം ചുരുങ്ങിയവര്, കിഡ്നി ചുരുങ്ങിയവര്, കണ്ണ് ചുരുങ്ങിയവർ കർത്താവെ, ചുരുക്ക രോഗികൾ കർത്താവെ, ഓരോ കാര്യങ്ങളും വേദന അനുഭവിക്കുന്നവര്, മരണകരമായ വേദന അനുഭവിക്കുന്നവരുടെ കർത്താവെ, നിന്റെ തിരുമുറുപാടുന്ന വലത് കരുത്താൽ ഈ നിമിഷം സ്പർശിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, ഈശോ പലതരത്തില് ജോലി സ്ഥലങ്ങളിൽ വിഷമം അനുഭവിക്കുന്നവന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, പരിശുദ്ധമ്മേ,
ഈശോയുടെ ഇവ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ദിവ്യകാരുണ്യമെല്ലാം കാരുണ്യവരുടെ ജീവിതത്തെ അനുഭവിക്കുവാൻ കർത്താവേ, സംഘർഷങ്ങളിലും കർത്താവേ, അസമാധാനങ്ങളും കർത്താവേ, വലിയ കാരുണ്യം വിടുതൽ അനുഭവിക്കുവാൻ കർത്താവിൻ്റെ കാരുണ്യം ഈ നിമിഷം അവരിലേക്ക് ചൊരിയട്ടെ. സ്തുതികര ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ നീ വരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോകുകയാണ്. രോഗങ്ങളുടെ മേലും ജീവിത ഭാരങ്ങളുടെ മേലും നമ്മൾ ആരാധനയിൽ കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ഈ ആശീർവാദത്തിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകൾക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ ആരാധന ഉയർത്തി ആശീർവദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കുടുംബങ്ങളിലെ ഇരുൾ മൂടിയ കുടുംബങ്ങളിലെ സമാധാനമില്ലാത്ത വ്യക്തികളിലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആരാധന ആശീർവാദം സ്വീകരിക്കാം. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. എസ്തഫാനോ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി, അത്യുന്നത ശക്തി എസ്തഫാനോസിൽ നിറഞ്ഞതുപോലെ ഇപ്പോൾ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ അവർണ്ണനീയമായ കൃപകൾ ചൊരിയുകയാണ്. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. ദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവര്, മത്സര പരീക്ഷകളിൽ ഏർപ്പെട്ട് കഴിയുന്നവര് ഈശോ ഇത് ആശീർവദിക്കുകയാണ്. തകർക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളെ ഈശോ പുനരുദ്ധരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി ഇതായി നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് നിറയുന്നു. കർത്താവായ ദൈവമേ, IELTS എക്സാം എഴുതുന്നവര്, നെറ്റിന്റെ എക്സാം എഴുതുന്നവര്, നീറ്റിന്റെ എക്സാം എഴുതുന്നവര്, സെറ്റിന്റെ എക്സാം എഴുതുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡിവോഴ്സായിട്ട് പക്കയത്തിൻ്റെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.